എല്ലാവർക്കും സെപ്റ്റംബർ 18, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് കാര്യമായിട്ട് ന്യൂസൊന്നുമില്ല. ചീറ്റ റീഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചീറ്റ ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം എവിടെ നിന്നാണ് ചീറ്റസിനെ കൊണ്ടുവരുന്നത്? നമീബിയ എന്നാണ് കൊണ്ടുവരുന്നത്. മധ്യപ്രദേശാണ് നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള നാഷണൽ പാർക്ക്. ഏതാണ്? കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശാണ് ഇതിൻ്റെ ടാർഗറ്റ്. ചീറ്റനെ കൊണ്ടുവരുന്നത് അവിടെയാണ്. പിന്നെ ചൈന ബ്ലോക്സ് ലിസ്റ്റിംഗ് ഓഫ് ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർ സജീദ് മീർ അറ്റ് UNSC യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ലഷ്കർ-ഇ തൊയ്ബൻ്റെ നേതാവിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ ഓഫ് ദ ലീഡേഴ്സിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ആരാണ് ബ്ലോക്ക് ചെയ്ത്? ചൈന ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ചൈന എപ്പോഴും ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഒരു ഡബിൾ സ്റ്റാൻഡാണ് എപ്പോഴും. രണ്ട് രീതിയിൽ പെരുമാറും. ഒന്ന് ടെററിസത്തിനെതിരാണെന്ന് പറയുകയും ചെയ്യും, എന്നാൽ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ US ഇന്ത്യ കമ്പൈൻഡ് ആയിട്ടാണ് ഈ ലഷ്കർ-ഇ തൊയ്ബ ഹാൻഡ്ലറിനെ അല്ലെങ്കിൽ നേതാവിനെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് UNSC റെസൊല്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യാണ് ചൈന ചെയ്തത്. അത് ശരിക്കും ഗ്ലോബൽ ഓർഡർ തന്നെ, വേൾഡ് ഓർഡർ തന്നെ ശരിയല്ലാത്തൊരു കാര്യമാണ്. കാരണം ആസ് സച്ച് ടെററിസം എന്ന് പറയുന്ന ഒരു വല്ലാത്ത മെനസാണ്. അത് ഒരു കാരണവശാലും ഏത് രാജ്യവും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ജോബ് ക്രിയേഷനും സെക്യൂരിറ്റിക്കും പീസിനും ഒക്കെ എതിരാണ്. അടുത്തത്, കോൺഗ്രസ് ഇൻ രാജസ്ഥാൻ വോൺസ് രാഹുൽ ഗാന്ധി ബാക്ക് അറ്റ് ഹെൽം ഓഫ് ദ പാർട്ടി. ഹെൽം എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ പാർട്ടി എന്നാണ്. ഹെൽം എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ പാർട്ടി. അപ്പോൾ കോൺഗ്രസ് വോൺസ് രാഹുൽ ഗാന്ധി എന്നാണ് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാനുള്ളത് രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്ററാണ് അശോക് ഗെഹ്ലോട്ടാണ്. ഇതല്ലാതെ ഇന്ന് ന്യൂസൊന്നും കാണുന്നില്ല. കാരണം ബാക്കിയെല്ലാം ഈ പൊളിറ്റിക്കൽ ന്യൂസും അല്ലറ ചില്ലറ ഗവർണർ റിഫ്റ്റും കേരളത്തിലെ ഗവർണറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കേരളത്തിലെ ഗവർണറും അതുപോലെ തന്നെ, ഞാനത് വിട്ടുപോയി പറയാൻ, കേരളത്തിലെ ഗവർണറും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററുമായിട്ടുള്ള പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് ന്യൂസിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സും കൂടെ ഒന്ന് നോക്കാം. ഇത് വളരെ കുറവാണെന്ന് തോന്നുന്നു ഇന്നങ്ങനെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ന്യൂസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറവാണ്. ചൈന ബ്ലോക്സ് ഇന്ത്യ US നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ. ലഷ്കർ-ഇ തൊയ്ബ ഹാൻഡ്ലറിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൈന സമ്മതിച്ചില്ല എന്നും ചീറ്റ സർബാക്ക് എന്ന് പറയുന്ന ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ മറ്റൊന്നും കാര്യമായിട്ട് ഇതിലും കാണുന്നില്ല. ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം മറ്റ് സ്കീംസൊക്കെ മറക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഗവൺമെൻറ് കണ്ണുപൊടിയിടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു. ഡൈവേർഷൻ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാജസ്ഥാൻ കോൺഗ്രസ് പാസസ് റെസൊല്യൂഷൻ ഫോർ രാഹുൽ ആസ് പാർട്ടി ചീഫ്. അത് നമ്മൾ പറഞ്ഞു. രാജസ്ഥാൻ കോൺഗ്രസ് ടീം എന്ന് പറയുന്നത് അവർക്ക് രാഹുൽ ഗാന്ധിനെ പാർട്ടീൻ്റെ തലപ്പത്ത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ജയശങ്കർ ലീവ്സ് ഫോർ US ടുഡേ ടു അറ്റൻഡ് ക്വാഡ് ബ്രിക്സ് മീറ്റ്. External Affairs Minister S. Jaishankar is headed to the US for 10 days beginning Sunday to attend meetings of foreign ministers of Quad nations. അപ്പോൾ ക്വാഡിൻ്റെ മീറ്റിങ്ങിന് S. ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോവുകയാണ്. ഏതൊക്കെയാണ് കൺട്രീസ് ക്വാഡിൽ? US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇത് നമ്മളെപ്പോഴും പറയാറ് ഇതൊരു ആൻറ്റി ചൈന സ്ക്വാഡ് പോലെയാണ് ക്വാഡ്. കാരണം ആൻറ്റി ചൈന സെൻറ്റിമെൻറ്റ്സ് എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പസഫിക്കിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈസ്റ്റ് രാജ്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ജപ്പാനുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, പക്ഷേ ചൈനയില്ല. അപ്പോൾ നോർമലി ചൈനൻ്റെ എഗെയിൻസ്റ്റുള്ള പോലെയാണ് തോന്നുന്നത്. എന്നാൽ നമുക്ക് നിർത്താം, സമയം കളയേണ്ട വെറുതെ. കാരണം ഇന്ന് കാര്യമായി ന്യൂസൊന്നുമില്ല. അപ്പോൾ വെറുതെ അനലൈസ് ചെയ്ത് സമയം കളയേണ്ട. ബൈ, ടേക്ക് കെയർ.